മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ. കറവറ്റ പശു. പ്രൊഫഷണൽ നാടകരംഗത്ത് ഉറച്ചുനിന്നുകൊണ്ട് മലയാള നാടക വഴികളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ നാടകകൃത്തായിരുന്നു കെ.ടി. മുഹമ്മദ്. 1954 അദ്ദേഹം രംഗത്തവതരിപ്പിച്ച കറവറ്റ പശു എന്ന നാടകം ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമാവുകയും നിരവധി അരങ്ങുകളിലൂടെ പ്രേക്ഷകരെ സ്വാധീനിക്കുകയും ചെയ്തു. സുഘടിതമായ ഇതിവൃത്തവും പുതുമയാർന്ന അവതരണ രീതിയും കറവറ്റ പശു എന്ന നാടകത്തിനുണ്ട്. കറവറ്റ ഒരു പശു ഈ നാടകത്തിലുണ്ട്. പിന്നെ ഒരു വൃദ്ധൻ, അദ്ദേഹത്തിൻ്റെ മകൻ രാഘവൻ, അയാളുടെ ആദ്യ ഭാര്യയിലെ മകൻ പുരുഷു, രണ്ടാമത്തെ ഭാര്യ മീനാക്ഷിയമ്മയും മകൻ അച്യുതനും അവൻ്റെ ഭാര്യ സുശീല. ഇവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. യുവാവായ പുരുഷു ക്ഷയരോഗിയാണ്. അവൻ്റെ സ്നേഹിതൻ ഭാസ്കരൻ. പുരുഷുവിനെ സ്നേഹിക്കുന്ന ലീലയെ ഭാസ്കരന് ഇഷ്ടമാണ്. രോഗിയായ പുരുഷു ലീലയെ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭാസ്കരൻ ഓർമ്മിപ്പിക്കുന്നു. പുരുഷുവിനെ ഒരു അധികപ്പറ്റായിട്ടാണ് രണ്ടാനമ്മ കാണുന്നത്. പുരുഷുവിൻ്റെ മരുന്ന് ചെലവ് വഹിക്കുന്ന അച്യുതൻ തൻ്റെ നീരസം തുറന്നു പറയുന്നു. അവൻ്റെ ഭാര്യ സുശീലയാണ് പുരുഷുവിനെ ശുശ്രൂഷിക്കുന്നത്. പുരുഷു സ്വന്തമായി വാങ്ങി വളർത്തിയ ഇപ്പോൾ കറവറ്റ ഒരു പശുവുണ്ട് വീട്ടിൽ. മീനാക്ഷിയമ്മയുടെ കണ്ണിൽ പുരുഷുവിനെപ്പോലെ തന്നെ കറവറ്റ പശുവും ഉപയോഗമില്ലാത്തതാണ്. അതിനെ വിറ്റ് പുരുഷുവിൻ്റെ ചികിത്സ നടത്തണമെന്നാണ് അവരുടെ അഭിപ്രായം. മറ്റുള്ളവർക്കെല്ലാം ഈ അഭിപ്രായമാണെന്നറിഞ്ഞ് വേദനയോടെ പുരുഷു അതിന് തയ്യാറാകുന്നു. ക്ഷയം പകരുന്ന രോഗമാണെന്നും അതുകൊണ്ട് തൻ്റെ ഭാര്യ സുശീല പുരുഷുവിനെ ശുശ്രൂഷിക്കുന്നത് തനിക്കിഷ്ടമല്ലെന്നും അച്യുതൻ പറയുന്നു. പുരുഷുവും സുശീലയും തമ്മിലുള്ള ബന്ധത്തെയും അയാൾ സംശയത്തോടെ കാണുന്നു. ഒടുവിൽ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതുവരെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. വൃദ്ധനും രാഘവനും പുരുഷുവും നിസ്സഹായരായി. തൻ്റെ കറവറ്റ പശുവിനെപ്പോലെ മുത്തച്ഛനും താനും ആയിത്തീർന്നു എന്ന് പുരുഷുവിന് തോന്നി. ഈ ചിന്തകൾ അവനെ ഭ്രാന്തിലേക്കെത്തിക്കുന്നു. ഈ അവസ്ഥയിൽ കറവറ്റ പശുക്കളെ വിൽക്കണം, അല്ലെങ്കിൽ കൊല്ലണം എന്ന് അവൻ മുറവിളി കൂട്ടുന്നു. അതോടെ 8 രംഗങ്ങളുള്ള നാടകം അവസാനിക്കുന്നു. ഈ നാടകത്തിൽ കറവറ്റ പശുക്കൾ 3 അറവിന് വിൽക്കാൻ നിർത്തിയിരിക്കുന്ന സാക്ഷാൽ കറവറ്റ പശു, രണ്ടാമത് അനുദിനം രോഗം മൂർച്ഛിച്ച് സ്നേഹശൂന്യരുടെ ഇടയിൽ സംഘർഷത്തോടെ ജീവിക്കേണ്ടി വരുന്ന ക്ഷയരോഗിയായ പുരുഷു, ഒരു കാലത്ത് കുടുംബത്തിൻ്റെ നാഥനായി നിന്ന് അവരെ സംരക്ഷിച്ച് ഇന്ന് വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ കഴിയുന്ന വൃദ്ധൻ. വൃദ്ധന് കെ.ടി. പ്രത്യേകം പേര് കൊടുക്കുന്നില്ല. എല്ലാ വൃദ്ധരുടെയും പ്രതീകമായി ആ കഥാപാത്രം മാറുന്നു. നാടകത്തിൻ്റെ ആമുഖത്തിൽ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ പറയുന്നു: ഞാൻ ഒരു കറവറ്റ പശുവിനെയും കൊണ്ടാണ് വരുന്നത്. ഞാനതിൻ്റെ വില പറയുന്നില്ല, അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. സ്നേഹമെന്ന മരുന്നുകൊണ്ട് എല്ലാ പ്രയോജനരഹിതരായ സാധുക്കളെയും സന്തോഷിപ്പിക്കേണ്ടതാണെന്നുള്ള ആശയമാണ് കറവറ്റ പശു എന്ന നാടകത്തിൽ കെ.ടി. മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. മലയാള നാടകവേദിയെയും സാഹിത്യത്തെയും ഒരുപോലെ സ്വാധീനിക്കാനും മാതൃകാപരമായ ശൈലി സംഭാവന ചെയ്യാനും ഈ നാടകത്തിന് കഴിഞ്ഞു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.